നമുക്ക് നേരെ ഒന്ന് കണ്ണൂരിലേക്ക് പോകാം. വടക്കോട്ടാണ് ഓണമെന്ന് നമ്മുടെ അഭിലാഷും അഭിജിത്തും നേരത്തെ പറഞ്ഞിരുന്നു. സ്റ്റേഡിയം കോർണറിൽ അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഗുഡ് ഈവനിങ്. കണ്ണൂരിലെ ഓണം എന്ന് പറഞ്ഞാൽ അതാണ് ഓണമെന്ന് നമ്മുടെ വിനേഷ് കുഞ്ഞിരാമൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കണ്ണൂരിലെ ഓണം എവിടെ വരെയായി? സുജിയ, തീർച്ചയായിട്ടും കണ്ണൂരിലെ ഓണം അതിഗംഭീരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം കോർണറിലാണ്. സ്റ്റേഡിയം കോർണറിൽ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. ആളുകളൊക്കെ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോൾ ടൗണിലേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരക്ക് ഈ കാണുന്നതൊന്നുമല്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്ക് ഇരട്ടിയാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ പറയുന്നത്. എന്തായാലും ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? മോശമില്ല, എന്നാലും കഴിഞ്ഞ കാലത്ത് അത്ര ഉഷാറായില്ല. 2 ദിവസം കൂടി കാത്തിക്കണം. ആ കച്ചവടം കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറാവും. നാളെ തൊട്ട് ഉഷാറായി വരുന്ന പ്രതീക്ഷിക്കാം. ഉത്രാടത്തിനൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കച്ചവടം നടക്കുക. നാളെ മറ്റന്നാളെ ഈ സാധനത്തിനൊക്കെ വില എങ്ങനെയുണ്ട്? ചീപ്പ് റേറ്റ് അല്ലേ? ഇതാ പാനൽ 150 രൂപ സ്റ്റിച്ചിങ് ചാർജ് കിട്ടോ. 150 രൂപ പാൻറ് കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ? ആ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോലെ ഈ കാലഘട്ടത്തിൽ അടിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. എന്നാലും കഴിഞ്ഞ തവണത്തെ പോലെ ആ ഒരു റേഞ്ചിൽ തന്നെ കച്ചവടം ഇത്തവണ ഉണ്ടാവും. ഇവിടെ നമ്മൾ എങ്ങനെ മുരവധി മഴയാണ് ഒരു ആശ. അത്തം കറുത്താൽ ഓണം വെളുക്കുന്നതാണ്. അത്തം നല്ല മഴയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ കാണുന്നില്ല. മെയ് തുടങ്ങിയ മഴയാ. ചിറാപ്പുഞ്ചി പോലെ അടുത്ത സിസ്റ്റം മാറി. ചിറാപ്പുഞ്ചി പോലെയായി കണ്ണൂരിലൊക്കെ. ചേച്ചി, അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല, അതെടുത്തു. ഓണൊക്കെ ഇങ്ങെത്തി തുടങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഓണത്തിന് എങ്ങനെയാ പരിപാടി? ഓണത്തിന് സദ്യ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ. എന്തൊക്കെയാ സദ്യക്ക് വിഭവം? എല്ലാം സാമ്പാർ, അവിയല്, കൂട്ടുകറി, ഓല. ഈ മലബാറിലെ ഓണത്തിന് സൈഡ് ഡിഷ് ആയിട്ട് ഏതെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവോ? ഇല്ല, വെജ് മാത്രം. എങ്ങനെയാ ഓണൊക്കെ? അടിപൊളിയാണോ? ഡ്രസ്സൊക്കെ വാങ്ങി തന്നാ? വാങ്ങിയോ? സത്യമായിട്ട് വാങ്ങിയോ? എന്താ വാങ്ങിയ? ഷർട്ടും പാന്റും. അതെല്ലേ? ആരാ അമ്മയാ വാങ്ങി തന്നെ? ഇല്ല, എടുക്കണം. മോന് വാങ്ങിച്ചു. മാമനാ വാങ്ങി തന്നല്ലേ? എങ്ങനെയാ ഓണൊക്കെ? അടിപൊളിയാണ്, കുഴപ്പമില്ല. ഓണത്തെ പോലെ തന്നെ പൊടിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ഏറ്റവും നല്ല ഉഷാറായിട്ടില്ല. ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മഴയില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കച്ചവടക്കാർക്ക് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല, കച്ചവടക്കാർക്ക് ലാഭം വേണ്ടേ? അതും കൂടി ഉള്ളതുകൊണ്ട് മഴ പെയ്യാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നേരത്തെ തന്നെ സുജിയെ അന്വേഷിച്ചിട്ടുള്ള ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് 100 രൂപയ്ക്ക് നല്ല ഖാദി കൈത്തറി മുണ്ട് വിളിക്കുന്ന ചേട്ടനാണ്. സുജിയ പാർവതിനെ 2 ദിവസം ചാനലിൽ കണ്ടിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ സുജിയാണ് ഇപ്പോൾ ഓണയറുള്ളത്. അതെ, സുജിയ പാർവതി 2 ദിവസം കണ്ടു. ഞാൻ കാണുന്ന ചാനലാണത്, സ്ഥിരമായി കാണുന്ന ചാനലാണ്. സുജിയ പാർവതിന് നല്ല അഭിപ്രായം. ഇപ്പോൾ അവിടെ ആളുണ്ട്, എന്റെ ലൈനിലുണ്ട്. ഒന്ന് അന്വേഷണം പറഞ്ഞു. അതെ, അന്വേഷണം ചെയ്യുന്നത്. എന്താ മുണ്ട് എങ്ങനെയാ? നല്ല കൈത്തറി മുണ്ടുകൾ 100 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് 20 വർഷമായിട്ടുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് വളരെ മോശമായിരുന്നു. ഇന്ന് 2 ദിവസമായിട്ട് വളരെ ഹാപ്പിയാണ് എല്ലാവരും ഇവിടെ. സുജിയ പാർവതി ഒരു 2 കൈത്തറി മുണ്ടിന് ഓർഡർ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ കച്ചവടം. എന്നാ 2 കൈത്തറി മുണ്ട് എടുത്താളി. 2 കയ്യോടെ പർച്ചേസ്. ഏത് കളറാ വേണ്ട സുജിയ? മലപ്പുറം ജില്ല യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ വീട്. നിങ്ങൾ 3 പേർ അടിപൊളി. ഇതാ ഇവിടെയുള്ള എനിക്കും എന്റെ വീഡിയോ ജേർണലിസ്റ്റ് നമ്മളെ ഡ്രൈവർ 3 മുണ്ട് സുജിയ പാർവതിയുടെ വക. അതെന്തായാലും അടിപൊളിയായി. ഓണത്തിന് സുജിയ പാർവതി മുണ്ടായിരിക്കും എന്റെ ഓണക്കോടി. ഈശ്വര. ഓക്കെ, താങ്ക് യു. 300 രൂപ ഞാൻ കൊടുക്കും. തരാട്ടാ, ഗൂഗിൾ പേ തരും. ഇത് അണ്ണം തരുന്ന് പറഞ്ഞ പോലെ ശരിക്കും പൈസ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഓണക്കോടി വാങ്ങിക്കഴിഞ്ഞു. ഒന്നുമില്ല. എന്തായാലും ഇവിടെ കുറെ പേര്. എവിടെന്നാ? വേങ്ങാട്. ഓണൊക്കെ എങ്ങനെ? നല്ലതന്നെ. നബിദിനും എല്ലാം ഒരുമിച്ച് വന്നോണ്ട് ആഘോഷം അടിപൊളിയാവും അല്ലേ? ഇവിടെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, എങ്ങനെ ഓണൊക്കെ എങ്ങനെയായി? തൊട്ടടുത്ത് തന്നെ സുജിയ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ വസ്ത്രവിപണി മാത്രമല്ല, ഒരുപാട്, അതായത് മാല, കമ്മല്, വള, അതുപോലെ തന്നെ ബാഗുകള്, അതുപോലെ തന്നെ കുട, അങ്ങനെ ചട്ടി, ഇത് മൺകലങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. അതിനപ്പുറത്ത് ഭരണി വിളിക്കുന്ന സ്ഥലമുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ പൂക്കളുടെ ഒരു കേന്ദ്രമുണ്ട്. പൂക്കളുടെ കേന്ദ്രത്തിൽ എന്തായാലും തിരക്ക് കുറവാണ്. കാരണം ഈ കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഓണപ്പരിപാടി ഇപ്പോൾ ഏകദേശം അവസാനിച്ചു. വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓണപ്പരിപാടി ആയതാണ്. ഇനിയിപ്പോൾ ഉത്രാടത്തിനും തിരുവോണത്തിനുമായിരിക്കും ഇവിടെ പ്രധാനമായിട്ടുള്ള കച്ചവടം. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ്. എങ്ങനെയാ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഉഷാറായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇപ്പൊ തിരക്ക് കുറവാണ്. നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കാണ്. മെയിനായിട്ട് കച്ചവടം നടക്കാം. വിലയൊക്കെ എങ്ങനെയാ കഴിഞ്ഞ ഓണത്തെക്കാളും? വില ചെറിയൊരു മാറ്റമുണ്ട് കഴിഞ്ഞ പ്രശ്നങ്ങളോ. ദേശം കൂടുതലാണ്. നിങ്ങൾക്കും അവിടെ നിന്ന് കിട്ടുന്ന വിലക്കല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങ് നല്ല റേറ്റ് കൂടുതലാണ്. എങ്ങനെയാ ഇത് ഐറ്റംസ് ഏതൊക്കെയുള്ള?
ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. എങ്ങനെ വില എങ്ങനെ ഓരോന്നിന്റെ വില ഒന്ന് പറഞ്ഞു? വില 200-ലുണ്ട്. 200 മുതൽ 900. ഏതാ ജമന്തിക്കൊക്കെ എങ്ങനെയാണ്? 200 മുതൽ 900 വരെ വരുന്നുണ്ട് കിലോ. ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സുജിയ എല്ലാ നിറത്തിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ ഇതാ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പൂക്കൾ വാങ്ങാൻ വന്നാണോ? വാങ്ങാൻ വന്നതാണ്. വാങ്ങിയോ? വാങ്ങിക്കൊണ്ടൊക്കെയാണ്. അതെയാ? എന്താ ഇങ്ങനെ ഒരു ആശങ്ക, ഇങ്ങനെ വില കൂടിയതാണോ? റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഏത് വാങ്ങണം, ബഡ്ജറ്റ് ഇട്ട പൈസക്ക് തികയോന്നൊക്കെ ആശങ്കയാണ്. അർജുനെ ഞാൻ പെട്ടു കേട്ടോ. അർജുന് ഞാൻ ഓണക്കോടി വാങ്ങിച്ചു തന്നതുകൊണ്ട് പ്രേക്ഷകരൊക്കെ ഓണക്കോടി വേണമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പെട്ടു ഗൈസ്. അപ്പോൾ അർജുൻ, അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ആ 300 രൂപ കൊടുത്തേക്കണം കേട്ടോ. ഞാൻ പിന്നെ ഗൂഗിൾ പേ ചെയ്തു തരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല, ആ ഫോൺ ഇല്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം. അണ്ണം തരുമെന്ന് പറഞ്ഞ പോലല്ല, അക്ക തന്നിരിക്കും.